ഹായ് ഫ്രണ്ട്സ്, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ KV ആൻഡ് നവോദയ വിദ്യാലയ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുക്കേണ്ട സമയമാണ്. നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ടയർ 1ന്റെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. നമുക്കറിയാം ജനുവരി 10-11 സമയങ്ങളിലായിട്ടാണ്. പക്ഷേ ആപ്ലിക്കേഷൻ ഇപ്പോഴും നമുക്ക് കൊടുക്കാം. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലുള്ള സംശയങ്ങളും, ചിലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു, ഇങ്ങനെയാണോ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ, ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം KV കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും നവോദയ വിദ്യാലയങ്ങളിലേക്കും കോമൺ റിക്രൂട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഒറ്റ ആപ്ലിക്കേഷൻ മതി. സിംഗിൾ ആപ്ലിക്കേഷൻ മതി. കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നവോദയ വിദ്യാലയങ്ങൾക്ക് രണ്ടായിട്ട് അപ്ലൈ ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെന്ന് ഒറ്റ ആപ്ലിക്കേഷൻ. നമുക്കറിയാം, നമ്മൾ ഇതിന് മുൻപ് ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാത്തവർ ഇത് കാണുക. അവിടെ ആപ്ലിക്കേഷന്റെ വെബ്സൈറ്റുകൾ പറയുന്നുണ്ട്. ഒന്ന് KV സംഗതൻ എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം. രണ്ട് നവോദയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ CBSEയുടെ വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാം. CBSE ആണ് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെന്നാൽ മതി. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതും ഒറ്റ ആപ്ലിക്കേഷൻ മതി. ഇത് സിമ്പിളാണ്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ആപ്ലിക്കേഷൻ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒറ്റ ആപ്ലിക്കേഷനിൽ KV നവോദയ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇപ്പോൾ KV PGT നവോദയ PGT, ഇപ്പോൾ PG B.Ed ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് PGTക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ PGTക്ക് അപ്ലൈ ചെയ്തു. നവോദയ വിദ്യാലയങ്ങളിലേക്കും അതേ സബ്ജക്റ്റിൽ PGTക്ക് അപ്ലൈ ചെയ്തെങ്കിൽ ഒരൊറ്റ എക്സാം ഫീ അടച്ചാൽ മതി. അതേസമയം PGTക്ക് ഒരെണ്ണം, TGTക്കും നമ്മൾ മറ്റൊരെണ്ണം അപ്ലൈ ചെയ്യാണ്, PRTക്ക് വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3 സെപ്പറേറ്റ് ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ എത്ര പോസ്റ്റുകൾക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ KVയിലും NBയിലും കോമൺ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പരീക്ഷ നടക്കുന്നതും കോമൺ ആയിട്ടാണെന്ന് മനസ്സിലാക്കുക. ടയർ 1 കോമൺ ആണ്, ടയർ 2 കോമൺ ആണ്. എന്നിട്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഇടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയ സംഗതൻ, അതായത് KV സംഗതൻ എന്നുള്ള വെബ്സൈറ്റിലെ കാര്യങ്ങളാണ് ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ CBSEയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നവോദയയുടെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ KV സംഗതൻ എന്നുള്ള വെബ്സൈറ്റിൽ ചെന്നാൽ അതേ ഇങ്ങനെയായിരിക്കും. ഇങ്ങനൊരു പേജ് ഇതിന്റെ താഴോട്ടുണ്ട്. ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾ കാണുക. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഡീഫോൾട്ടായിട്ട് ഹിന്ദിയിലാണ് വരുന്നതെങ്കിൽ അത് മാറ്റി ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ആക്കാനുള്ള ഇതുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം ഹോം പേജിൽ ഇത് എവിടെയാണ് ഈ ലിങ്ക് ഉള്ളതെന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹോം പേജ് ആയിട്ട് നമുക്ക് കാണാം. ഈ ഹോം പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലം വരും. ഇവിടെ ഈ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും താഴെ See All എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കുക, അപ്ഡേറ്റ്സിന്റെ ഏറ്റവും താഴെ See All എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആ See All ക്ലിക്ക് ചെയ്യുക. See All ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ സംഗതികൾ ഇങ്ങനെ താഴേക്ക് വരും. ഇത് ആ ഒരു പേജ് തുറന്നു വരും. അവിടെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്, ലിങ്ക് ഉള്ള ഒരു സംഗതി ഇവിടെ കിടപ്പുണ്ട്. ലിങ്ക് ടു അപ്ലൈ ഫോർ വേരിയസ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ത്രൂ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഇതിന്റെ അറ്റത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് കാണാം. വ്യൂ ലിങ്ക് എന്നിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു KVയുടെ വെബ്സൈറ്റ്, KV സംഘത്തിൽ നിന്ന് ഇതിലേക്ക് പോകേണ്ടത്. അങ്ങനെയാണ്. ഈ വ്യൂ ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലേക്ക് നിങ്ങൾ ചെല്ലും. ഇതിന്റെ സെപ്പറേറ്റ് ഒരു പേജിലേക്ക് ചെല്ലും. ഓക്കെ അടിച്ചിട്ട് ആ പേജിലേക്ക് ചെല്ലുക. ആ പേജിൽ ചെല്ലുമ്പോൾ ഇത് സിസ്റ്റത്തിൽ, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൊബൈലിലാണെങ്കിൽ താഴേക്കൊക്കെ ആയിരിക്കും ഇത് കാണുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ 3 കാര്യങ്ങൾ കാണാം. സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ. നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ ഇത് വായിച്ച് നോക്കാം. അതിനുശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചു, നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് വെച്ചു, ഈ പരീക്ഷയ്ക്കായിട്ട് ഇനി അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണ് എടുക്കേണ്ടത്. അതല്ല, ഇതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇത്തവണത്തെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വേണ്ടി KVയുടെ NBയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദി എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജ് വരും. ആ പേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ആ പേജിൽ എഴുതിയിട്ടുണ്ട്. ഷോർട്ടായിട്ട്, അതായത് നമ്മുടെ ആ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഷോർട്ടായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും മേളിലും ഞാൻ അതിൻ്റെ താഴത്തെ ഭാഗം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. പാസ്വേഡ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും താഴെ നിങ്ങൾ ഞാനിതെല്ലാം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ,
ആയിക്കോട്ടെ, SC/ST ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ്. ആ ഫോട്ടോഗ്രാഫ് എത്ര വേണം, ഏത് സൈസാണെന്നും സിഗ്നേച്ചർ ഏത് സൈസാണെന്നും ഉള്ളത് ഇവിടെ പറയുന്നുണ്ട്. യൂഷ്വലി നമ്മൾ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ഇത്ര KB മുതൽ ഇത്ര KB വരെ, അല്ലെങ്കിൽ ഇത്ര MB മുതൽ ഇത്ര MB വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഫോർമാറ്റിലായിരിക്കണമെന്നേ ഉള്ളൂ. അതിൽ വലിയ കടമ്പിടുത്തമൊന്നും പിടിക്കുന്നില്ല അവർ. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫിൽ പേരോ തീയതി ഒന്നും വേണ്ട. PSCക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ നെയിം ആൻഡ് ഡേറ്റ് ഒന്നും വേണ്ട. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ് മതി. ഫോട്ടോഗ്രാഫ് മുഖം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതേ പറയുന്നുള്ളൂ. മറ്റ് ഏതെങ്കിലും മതപരമായ വസ്ത്രം ധരിക്കുന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷനോ അങ്ങനെയൊന്നും പറയുന്നില്ല. മുഖം ക്ലിയർ ആയിരിക്കണം, കണ്ണും മൂക്കും വായും ഒക്കെ ക്ലിയർ ആയിട്ട് കാണണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള പേജിൽ വരും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. കാൻഡിഡേറ്റ് നെയിം, ഫാദർ, മദർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 10th നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ ബേസിസിൽ വേണം, അതേ പേര് വേണം, അതേ ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇവിടെ കൊടുക്കാൻ, തെറ്റാൻ പാടില്ല. ഐഡന്റിറ്റി ടൈപ്പ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പാൻ കാർഡ്, വോട്ടേഴ്സ് ID, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ അതിന്റെ നമ്പർ, പാൻ കാർഡ് ആണെങ്കിൽ ആ പാൻ കാർഡിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് അഡ്രസ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴേക്ക് അഡ്രസ്സ്, പേഴ്സണൽ ഡീറ്റെയിൽസ് പറഞ്ഞ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം അതിലാണ് OTP ഒക്കെ വരിക. അത് വെരിഫൈ ചെയ്തെങ്കിലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്ത ശേഷം താഴേക്ക് വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഒരു വിൻഡോ ഇവിടെ തുറന്നു വരും. അതാണ് ഇത് പല ലെവലിലുള്ള ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ സബ്മിഷനിലേക്ക് പോകുന്നത്. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ല. നെറ്റിനൊക്കെ ഉള്ളതുപോലെ കറക്ഷൻ വിൻഡോ ഉണ്ടോ, മിക്കവാറും ഉണ്ടാവില്ല. കറക്ഷൻ വിൻഡോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഓരോ സെക്ഷനും കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനലിലേക്ക് എത്താൻ വേണ്ടി. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഇവിടെ നോക്കൂ, ആദ്യത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള പേജാണിത്. ഇവിടെ പേര് കറക്റ്റ് ആണോ, ഫാദറിന്റെ പേര് കറക്റ്റ് ആണോ, മദറിന്റെ പേര് കറക്റ്റ് ആണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ജെൻഡർ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഈ കോളങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നോക്കിയിട്ട് കൊടുക്കണം നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ അത് എന്നിട്ട് ഫൈനലി I agree കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, മൊബൈലിലേക്ക് OTP വരും. അപ്പോൾ ഇതാണ് മൊബൈലിലേക്ക് OTP വന്നിട്ട് ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്തൊരു പേജിലേക്ക് എത്തും, കൺഫേംഡ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് എത്തും. അതാണ് ഇത് ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള അടുത്ത പേജാണ്. കറണ്ട് സ്റ്റാറ്റസ്, രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തു, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു. അത് രണ്ടുമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ അവിടെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്, ഇമെയിൽ ID വെരിഫിക്കേഷനും പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. എന്നിട്ട് ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലും കാണാം നമുക്ക്. അത് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെ വന്നിട്ടുണ്ടാവും. ഓൾറെഡി ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ സ്റ്റെപ്പിലുണ്ട്. കഴിഞ്ഞ സ്റ്റെപ്പിൽ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട്. പാസ്വേഡ് ഓർത്ത് വെച്ചേക്കുക, എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ഓക്കെ, പാസ്വേഡിൽ അവർ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ വേണം, ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം എന്നൊക്കെ ഉള്ളത്. അതനുസരിച്ച് പാസ്വേഡ് സെറ്റ് ചെയ്ത് അത് എഴുതി വെച്ചേക്കുക. എന്നിട്ട് കംപ്ലീറ്റ് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് പ്രൊഫൈലിലാണ് പിന്നെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത്. എന്താണ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോയും സിഗ്നേച്ചറും, വേറെ ഒന്നും വേണ്ട, ഫോട്ടോയും സിഗ്നേച്ചറും തന്നെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫ് നമ്മുടെ 10 KB മുതൽ 200 KB വരെ സൈസിനിടയ്ക്കുള്ള ഒരു ഫോട്ടോഗ്രാഫ് ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മളവിടെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ തെളിഞ്ഞ് വരും. എന്നിട്ട് അത് ക്ലിക്ക് ടു അപ്ലോഡ് എന്ന് പറയുമ്പോൾ ക്ലിക്ക് ഹിയർ ടു വ്യൂ അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് വരും. ദെൻ സിഗ്നേച്ചർ, നമ്മുടെ സിഗ്നേച്ചർ അതുപോലെ 10 KB മുതൽ 50 KB ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫയലുള്ള JPG ഫയൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അത് വരും. എന്നിട്ട് ഈ ക്യാപ്ച അടിച്ചു കൊടുത്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ സിഗ്നേച്ചറും പടവും ഒക്കെ ഇവിടെ തെളിഞ്ഞു വരും. അടുത്ത പേജ് വരുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്നും പറഞ്ഞ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പലതവണ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ I agree ക്ലിക്ക് ചെയ്യുക. ഫൈനൽ പ്രൊഫൈൽ സബ്മിഷൻ കൊടുക്കുക. ഇത് പ്രൊഫൈലേ ആവുന്നുള്ളൂ, അതായത് രജിസ്ട്രേഷനേ ആവുന്നുള്ളൂ. നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പോഴും. അങ്ങനെ ഫൈനൽ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തു. ഇനി പെൻഡിങ് ആയിട്ടുള്ളത് എന്താ, ഇമെയിൽ ID വെരിഫിക്കേഷൻ ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ ID ചോദിക്കും. ആ ഇമെയിൽ ID ചോദിക്കും, അതിൻ്റെ താഴെ ക്യാപ്ച ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമെയിലിലേക്ക് ഒരു OTP വരും. ഇമെയിൽ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ പേജിലേക്ക് വരും. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും, രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തു, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു, കാൻഡിഡേറ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തു, ഇമെയിൽ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെയാണ്
നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ പ്രൊഫൈൽ വീണ്ടും എഡിറ്റ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ കഴിയുന്നതിന് മുമ്പ് വരെ നമുക്ക് ഈ പ്രൊഫൈലുകളെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അപ്ലൈ നൗവിലേക്ക് പോകാം. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. ഇവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ അപ്ലൈ നൗവിൽ പോകുമ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്. കേന്ദ്രീയ വിദ്യാലയ, നവോദയ വിദ്യാലയ റിക്രൂട്ട്മെന്റ്, അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രിൻസിപ്പൽ ആൻഡ് വൈസ് പ്രിൻസിപ്പൽ. നിങ്ങൾ അതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾ നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുക്കുക. ഇനി അതല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ PGTക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുക്കുക. TGTക്ക് ആണെങ്കിൽ അപ്ലൈ കൊടുക്കുക. PRTക്ക് ആണെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിനെല്ലാം വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ PGTക്ക് അപ്ലൈ ചെയ്തു, ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് കഴിഞ്ഞു, അത് പേയ്മെന്റ് ഒക്കെ അടച്ച് അത് കഴിഞ്ഞെങ്കിൽ വീണ്ടും ഈ പേജിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇനി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അല്ലെങ്കിൽ PRTക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിനെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് KV ആൻഡ് നവോദയ, അതായത് രണ്ടിനും കൂടെ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ PGTക്കാണ് അപ്ലൈ ചെയ്യുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നുള്ളതിനാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഞെക്കി ഇവിടെ അടുത്തൊരു പേജിലേക്ക് പോകും. ആ പേജിൽ ചെല്ലുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം പെൻഡിങ് ആണ്, ഫീ പേയ്മെന്റ് പെൻഡിങ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയാണ് 3 പാർട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോമിന് 3 പാർട്ടുണ്ട്. അപ്ലൈ ഫോർ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്ലൈ ഫോർ ഡീറ്റെയിൽസിൽ വരുന്നത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ PGയും PED ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫൈനൽ എല്ലാം നോക്കി ഒന്നുകൂടെ വെരിഫൈ ചെയ്ത ശേഷം ഫൈനൽ സബ്മിറ്റോടെ കൊടുക്കുക. ഈ 3 പാർട്ടാണുള്ളത്. അപ്പോൾ അപ്ലൈ ഫോർ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മൾ ഏതിനാണ് അപ്ലൈ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ PGT കൊമേഴ്സിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. PGT കൊമേഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം ഓപ്ഷൻ ഫോർ ടയർ 1. അത് പല ഭാഷകൾ, ഏതെങ്കിലും ഒരു ഭാഷ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മിക്കവാറും അത് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ലാംഗ്വേജിന്റെ പാർട്ടുള്ള മീഡിയം അല്ല ചോദിക്കുന്നത്. മിക്കവാറും പരീക്ഷ ചിലപ്പോൾ 2 ലാംഗ്വേജ് ചോദ്യപേപ്പർ ഉണ്ടാവും, ഇംഗ്ലീഷിലും പിന്നെ മറ്റൊരു റീജിയണൽ ലാംഗ്വേജിലും ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യം മലയാളത്തിൽ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പില്ല. എന്താണെങ്കിലും ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. മലയാളം നമുക്കറിയാവുന്ന ഭാഷയാണ്. ഇനി എക്സാം അപ്ലൈ ഫോർ, നിങ്ങൾക്ക് KVക്ക് അപ്ലൈ ചെയ്യണം, NVക്ക് അപ്ലൈ ചെയ്യണം, രണ്ടിലും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അല്ല KVക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾ KVക്ക് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. NVക്ക് നവോദയക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ NVക്ക് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ കോമൺ ആപ്ലിക്കേഷൻ ആണ്, ഇതിങ്ങനെ ചെയ്താൽ മതി. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ഓപ്ഷൻ. ഇത് മലയാളം, ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നു. ലാംഗ്വേജ് കോമ്പിറ്റൻസി ഓപ്ഷൻ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ 10 മാർക്ക് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദി മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജിൽ 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ ആ 10 മാർക്കിനുള്ള ഭാഷയാണ് ഈ പറഞ്ഞ ലാംഗ്വേജ് കോമ്പിറ്റൻസി ഓപ്ഷൻ എന്ന് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിന്ദിയും ചൂസ് ചെയ്യാം. ഹിന്ദി ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹിന്ദിയുടെ 10 ചോദ്യങ്ങൾ വരും. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് 10 ചോദ്യങ്ങൾ മാൻഡേറ്ററി ആണ്. അതിന് പുറമെ ഹിന്ദിയുടെ 10 ചോദ്യങ്ങൾ ഹിന്ദിയാ ചൂസ് ചെയ്യുന്നെങ്കിൽ വരും. മലയാളം ചൂസ് ചെയ്തുകൊണ്ട് മലയാളത്തിലെ 10 ചോദ്യങ്ങളാവും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, ഡു യു ഹാവ് പ്രൊഫിഷ്യൻസി ടു ടീച്ച് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം? അതായത് നിങ്ങൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പഠിപ്പിക്കാനുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്. ഇവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ആപ്ലിക്കേഷനിൽ തന്നെ, നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവണമെന്ന്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും ടീച്ച് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടാവണമെന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യെസ് തന്നെ കൊടുത്താലേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് ഹിന്ദി നമ്മുടെ പരീക്ഷയ്ക്കൊന്നും ചോദിക്കില്ല. ഹിന്ദി പക്ഷേ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പക്ഷേ നമ്മുടെ ഇന്റർവ്യൂവിന്റെ കേസിലാവും. അത് ടയർ 2 ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരു പക്ഷേ ഹിന്ദിയോടുള്ള പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഇന്റർവ്യൂവിന് 15% വെയിറ്റേജേ ഉള്ളൂ, 85% വെയിറ്റേജും ടയർ 2ന്റെ മാർക്കിനാണെന്ന് ഓർക്കുക. ഇനി ഡു യു ഹാവ് TGT എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എസ് കൊടുക്കാം. ഡു യു ഹാവ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതും എസ് കൊടുത്തേക്കുക. കാരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ദെൻ വേറെ എവിടെയെങ്കിലും റെസിഡൻഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അത് താഴേക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോയി, ഇതേ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോയി. ഇവിടെയാണ് നമ്മുടെ ഇപ്പോൾ PGT ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം PG പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. അതുപോലെ തന്നെ എന്തും വേണം, B.Ed വേണം. CTETന്റെ ആവശ്യമില്ല PGT ആയതുകൊണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ് അല്ലെങ്കിൽ TGT ആണെങ്കിൽ CTET വേണമായിരുന്നു, CTET 2 വേണമായിരുന്നു. PRT പ്രൈമറി ടീച്ചർ ആണെങ്കിൽ CTET 1 വേണമായിരുന്നു. ഇവിടെ ഞാൻ PGT അപ്ലൈ ചെയ്തുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കണം. പാസ്സായിട്ടുണ്ടോ? പാസ്ഡ് ആണെങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഇയർ
ഇയറിലാണ് പാസ്സായിട്ടുള്ളത്. ഇനി കോഴ്സ്, ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഴ്സ് സ്ട്രീം നെയിം. അത് നിങ്ങൾ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ക്ലിക്ക് ചെയ്താൽ താഴോട്ടൊരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് PG ആണോ, അതായത് BEd + PG ആണോ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ്. അതാണെങ്കിൽ അത് കൊടുക്കുക. ഇനി അതല്ല, താഴേക്ക് വരുമ്പോൾ PG വിത്ത് 50% മാർക്ക് ആണെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ, മാസ്റ്റേഴ്സ് ഡിഗ്രി. ഞാനിപ്പോൾ PGT കൊമേഴ്സിന് അപ്ലൈ ചെയ്തു, അപ്പോൾ MCOM ആണ് PG വേണ്ടത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് വിത്ത് കൊമേഴ്സ് സ്റ്റഡീഡ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. അങ്ങനെയും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഭയങ്കര ട്രിക്കിയാണ്. ഇതിന് തൊട്ട് മുന്നേ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് 50% മാർക്കിന് അഗ്രിഗേറ്റ് വരെ മാത്രം നിർത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് ഫൈനൽ സബ്മിറ്റിൽ എത്തുമ്പോൾ ഉടനെ അവർ കാണിക്കും നിങ്ങൾ എലിജിബിൾ അല്ലെന്ന്. കാരണം എന്താ, PGTയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഗ്രാജുവേഷനിൽ നിങ്ങൾ ആ സബ്ജക്ട് പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ചിലർക്കെങ്കിലും ഫൈനൽ സബ്മിറ്റിന് ശേഷം നിങ്ങൾ നോട്ട് എലിജിബിൾ എന്ന് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേടിക്കേണ്ട, തിരിച്ചു പോകാൻ പറ്റും. തിരിച്ചു പോയിട്ട് ഈ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കോഴ്സ് സ്ട്രീം നെയിം കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഇവിടെ വിത്ത് കൊമേഴ്സ് സ്റ്റഡീഡ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ ഓൾസോ എന്നുള്ളതും കൂടെ നോക്കുക. അതായത് കറക്റ്റായിട്ട് ഡ്രോപ്പ് ഡൗൺ മെനു കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. കോളേജ് അല്ല, യൂണിവേഴ്സിറ്റിയുടെ പേരാണ്. പല യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് കിട്ടും. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കിട്ടും, അത് കൊടുക്കുക. അതിനുശേഷം CGPA ആണോ അല്ലെങ്കിൽ ഗ്രേഡ് ആണോ പെർസെൻറ്റേജ് ആണോ നോക്കി അതൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്ക്രീനിലേക്ക് പോകുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ടീച്ചർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണ് അടുത്ത BEdന്റെ ക്വാളിഫിക്കേഷൻ ആണ് പിന്നീട് വേണ്ടത്. BEdന്റെ ക്വാളിഫിക്കേഷൻ പാസ് ആണെങ്കിൽ പാസ്, ഇയർ ഓഫ് പാസിങ്, കോഴ്സിന്റെ പേര്, ഇതും കറക്റ്റായിട്ട് നിങ്ങൾ ഏതാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് തന്നെ BEd അവിടെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി കൊടുക്കുക. അതിനുശേഷം മാക്സിമം ഗ്രേഡ് പോയിന്റ് അതൊക്കെ കൊടുക്കുക. ദെൻ സബ്ജക്ട്സ്, ഇത് PGക്കും ചോദിച്ചിട്ടുണ്ട്, സബ്ജക്ട്സ് ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ PGയുടെ കോളത്തിൽ അതുണ്ടായിരുന്നു സബ്ജക്റ്റിൽ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, മറ്റൊന്നും ഇതിനകത്തില്ല. ദെൻ ക്യാപ്ച അടിച്ച് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു പേജിലേക്ക് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ സബ്മിഷന്റെ പേജ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്യുക. അവിടെ നിങ്ങൾ അപ്ലൈ ഫോർ എന്നുള്ള കൊടുത്തിട്ടുള്ള, നിങ്ങൾ ഏത് പോസ്റ്റിനാണ് കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടെ വായിച്ച് നോക്കി. ഈ പേജിൽ അത് കാണാം, ഞാൻ മേലോട്ട് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ച് നോക്കി അപ്ലൈ ഫോർ ടിക്ക് ചെയ്ത് കൊടുക്കണം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. എന്നിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ എഗ്രി കൊടുക്കുക. ഫൈനൽ സബ്മിഷനിലേക്ക് എത്തുക. ഇവിടെ ഇതാണ് ഫൈനൽ സബ്മിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ, ഫീ പേ ചെയ്യുന്നതിന് മുൻപ് എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ എക്സാമിനേഷൻ ഫീ 2000 രൂപ. ഇതിപ്പോൾ PGTയും KVക്കും NVക്കും PGTക്കാണ് അപ്ലൈ ചെയ്ത് 2 ഒറ്റ ഫീസ് മതി. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് 2000 രൂപയ്ക്ക് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾ ഫൈനൽ സബ്മിഷനിലേക്ക് പോവുക. ഇനി നിങ്ങൾക്ക് PGTയുടെ ആപ്ലിക്കേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് TGT അപ്ലൈ ചെയ്യണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആദ്യം പോയ വിൻഡോയിലേക്ക് ചെന്നാൽ ഇവിടെ കണ്ടില്ലേ, ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ പ്രൊസീഡ് PGTയുടെ അവിടെ ഇൻ പ്രോഗ്രസ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ. അതേസമയം TGT ഒക്കെ വേണമെങ്കിൽ എനിക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. PRT വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പ്രിൻസിപ്പൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു എന്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. വലിയ ബാലികേറാമലയൊന്നും അല്ല, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നെറ്റിനൊക്കെ കൊടുക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുക, തെറ്റില്ലാതെ അപ്ലൈ ചെയ്യുക. ഇനി അധിക സമയം നമ്മുടെ മുന്നിലില്ല. ടയർ 1ന്റെ കോച്ചിങ് I+ൽ അവൈലബിൾ ആണ്. ചെറിയ ഫീസിൽ ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.